നമസ്കാരം. ടോഷ്മാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കി കാണിക്കുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡെസേർട്ടാണ്, ഓട്ട് കേക്ക്. ഇത് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്നും എങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. ഈ ഓട്സ് കേക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് റോബസ്റ്റ പഴം 2 മിക്സിയിൽ നമ്മൾ അരച്ചു വെച്ചേക്കുന്നതാണിത്. പിന്നെ കറുവാപ്പട്ട പൊടി ഒരു ടീസ്പൂൺ വേണം. അതുപോലെ നമുക്ക് കൊക്കോ പൗഡർ വേണം. അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡറാണ്, അത് 30 ഗ്രാം വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഓട്സ് ആണ്. ഇത് 250 ഗ്രാം റോൾഡ് ഓട്സ് ആണ്. ഈ ഓട്സ് ഒന്ന് ഫ്രൈയിങ് പാനിലിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി വെച്ചേക്കുന്നതാണിത്. റോബസ്റ്റ പഴം വട്ടത്തിൽ അരിഞ്ഞത് വേണം. അതുപോലെ തന്നെ ഇത് പീനട്ട്സ്, അത് നമുക്ക് വേണം, ഒരു 20 ഗ്രാം പീനട്ട്സ്. പിന്നെ നമുക്ക് 150 ഗ്രാം ചോക്ലേറ്റ് വേണം. ഇത് മിൽക്ക് ചോക്ലേറ്റ് ആണ്, അത് 150 ഗ്രാം വേണം. അതിലേക്ക് ഒരു 20 ml ഓയിൽ ചേർത്ത് നമ്മളൊന്ന് ചൂടാക്കി വെച്ചേക്കുന്നതാണിത്. നമ്മൾ 2 പഴം അരച്ച് വെച്ചേക്കുന്നതാണിത്, മിക്സിയിൽ അരച്ചതാണ്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ, അതായത് ഒരു 5 ഗ്രാം കറുവാപ്പട്ട പൊടിച്ചത് ചേർത്തു നന്നായിട്ടൊന്ന് ഇളക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് കൊക്കോ പൗഡർ, ഇതൊരു 30 ഗ്രാം കൊക്കോ പൗഡറാണിത്. ഇതും ചേർത്ത് നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇനി ഇത് 250 ഗ്രാം റോൾഡ് ഓട്സ് ആണ്, ചെറുതായിട്ട് ചൂടാക്കി വെച്ചതാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ പഴവും അതുപോലെ തന്നെ കൊക്കോ പൗഡറും സിനമൺ പൗഡറും കൂടി നമ്മൾ മിക്സ് ചെയ്തത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക്. നമുക്കൊരു പാത്രത്തിലോട്ട് ഇതിൻ്റെ പകുതി ഇതിൻ്റെ ഒരു ബേസായിട്ട് ലൈൻ ചെയ്യാം. എന്നിട്ട് നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് വയ്ക്കാം. ഇത് ഇനി നമ്മൾ 2 റോബസ്റ്റ പഴം വട്ടത്തിൽ അരിഞ്ഞു വെച്ചതുണ്ട്. നമുക്ക് ഇതിനൊരു ലെയർ ചെയ്യാം. ഇതിൽ പഴം നിരത്തി ഇനി നമുക്ക് അതിൻ്റെ മുകളിലോട്ട് വീണ്ടും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഓട്സും പഴവും അതുപോലെ സിനമൺ പൗഡറും കൊക്കോയും കൂടിയുള്ള ആ കൂട്ട് വയ്ക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് ഇതൊന്ന് പ്രസ് ചെയ്ത് വയ്ക്കാം. നമുക്കിത് കട്ട് ചെയ്യേണ്ടതാണ്. നമ്മൾ തണുപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് സെറ്റാക്കിയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് നല്ല ബലത്തിൽ തന്നെ നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് വയ്ക്കാം. ഇതൊരു 150 ഗ്രാം ചോക്ലേറ്റിൽ ഒരു 20 ml ഓയിൽ ഒഴിച്ചിട്ട്, റിഫൈൻഡ് ഓയിൽ എടുത്താൽ മതി, അല്ലെങ്കിൽ ബട്ടർ ആണെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. ഒഴിച്ചിട്ട് ഇതൊന്ന് കോമ്പൗണ്ട് ചോക്ലേറ്റ് എടുത്തേക്കുന്നത്, അതൊന്ന് മെൽറ്റ് ചെയ്യിപ്പിച്ച് വെച്ചേക്കുന്നതാണ്. ഇതൊന്ന് മുകളിൽ നമുക്കൊരു ലെയറായിട്ട് കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് പീനട്ട്സ് എടുത്തിട്ടുണ്ട്, നിലക്കടല, അത് നമുക്കൊന്ന് പൊടിക്കാം. ഈ പീനട്ട്സ് നമുക്കിങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ ഓട്സ് കേക്ക് എന്നാണ് ഇത് പറയുന്നത്, പക്ഷെ നമ്മൾ ബേക്ക് ചെയ്തിട്ടോ ഒന്നുമില്ല. അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഞാൻ മിൽക്ക് ചോക്ലേറ്റ് ആണ് എടുത്തത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് എടുക്കാം മുകളിലത്തെ ടോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ്. നമുക്കിനി ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് തണുപ്പിക്കാം. ഞാനിന്ന് തയ്യാറാക്കിയത് ഓട്സ് കേക്കാണ്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. ഇപ്പോൾ നമ്മൾ ഡയറ്റിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മധുരം കഴിക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാവുന്നതോ അല്ലെങ്കിൽ ഉണ്ടാക്കി കഴിക്കാവുന്നതായിട്ടുള്ളൊരു ഡെസേർട്ടാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒത്തിരി ബുദ്ധിമുട്ടൊന്നുമില്ല തയ്യാറാക്കാനായിട്ടും. അപ്പം ഇത് നമ്മൾ തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓരോ ട്രയാങ്കിൾ ഷേപ്പിലെ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്.